എനിക്ക് ലിങ്ക്ഡിനിൽ 14,000-ലധികം ഫോളോവേഴ്സ് ഉണ്ട്. കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ലിങ്ക്ഡിൻ മാനേജ്മെന്റ് കമ്പനി ആയിട്ടുള്ള 30-ലധികം ഫൗണ്ടേഴ്സിന്റെയും VCസിന്റെയും ലിങ്ക്ഡിൻ മാനേജ് ചെയ്യുന്ന ബ്ലോറിൽ എന്നുള്ള കമ്പനിയുടെ ഫൗണ്ടറാണ്. പക്ഷേ ലെറ്റ്സ് അസ്യൂം ഈ പറയുന്ന 14,000 എന്നുള്ള നമ്പർ 0 ആണ്. അതായത് ഞാൻ ഇത്രയും കാലം കോണ്ടന്റ് കൺസിസ്റ്റന്റ്ലി ക്രിയേറ്റ് ചെയ്ത് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെടുത്ത ഈ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇന്ന് 0-ലാണുള്ളത്. പക്ഷേ എനിക്ക് ലിങ്ക്ഡിനെ കുറിച്ച് എന്തൊക്കെ അറിയാമോ അതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ലിങ്ക്ഡിൻ വളരെ സ്ക്രാച്ചിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 6 മാസത്തേക്ക് എങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി പ്ലേ ബുക്കാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ കൂടുതൽ സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആ ബേസ് ഒന്ന് ക്ലിയർ ആക്കാം. ദാറ്റ് ഈസ് എന്താണ് ലിങ്ക്ഡിൻ. അപ്പൊ അതിനെ ഞാൻ ക്ലിയർ ആയിട്ട് ഒന്ന് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. മുകളിൽ ലിങ്ക്ഡിൻ എന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇവിടെ ഞാൻ 2 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഒന്ന് ദ ബേസിക്സ്, 2 ദ പ്ലാറ്റ്ഫോം. അപ്പോൾ ആദ്യം ദ ബേസിക്സ് നമുക്ക് തുടങ്ങാം. ഇവിടെ 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ലിങ്ക്ഡിൻ എന്നുള്ള ഒരു ബേസ് ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഒന്ന്, ലിങ്ക്ഡിൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, എക്സ് പോലുള്ള അനദർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്നുള്ളത്. പക്ഷേ എന്താ വ്യത്യാസം? ഒരു പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് എന്ന് പറയാം. 2, ലിങ്ക്ഡിൻ വർക്കിംഗ് പ്രൊഫഷണൽസിനും സ്റ്റുഡൻസിനും ഓൺട്രപ്രന്യൂഴ്സിനും ഒരുപോലെ അല്ലെങ്കിൽ പല ലെവൽസിൽ ഹെൽപ്ഫുൾ ആകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. 3, കരിയറിൽ മുമ്പോട്ടേക്ക് ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. അപ്പോൾ ദ ബേസിക്സ് നമ്മൾ 3 പോയിന്റ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നൗ ദ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ ആസ് എ പ്ലാറ്റ്ഫോം ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒന്ന്, നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ കോണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ റീൽ കാണാറുണ്ടല്ലോ, പോസ്റ്റുകൾ കാണാറുണ്ടല്ലോ. ഇതുപോലെ പല ആളുകളും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി പ്രൊഫഷണൽ ഓറിയന്റഡ് കോണ്ടന്റ്സ് നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. 2, നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ കോണ്ടന്റ് ഓഫ് കോഴ്സ് കൺസ്യൂം ചെയ്യാമെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കോണ്ടന്റ്സ് പബ്ലിഷ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഫേസ്ബുക്കോ ഒക്കെ പോലെ ഒരു ഓഡിയൻസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. 3, നിങ്ങൾക്ക് ലിങ്ക്ഡിൻ്റെ ഉള്ളിൽ നെറ്റ്വർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഹൈ എൻഡ് പ്രൊഫഷണൽസുമായിട്ട് നിങ്ങൾക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ആക്ച്വലി ഏത് പ്ലാറ്റ്ഫോമാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി നൽകുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ വുഡ് ബി ലിങ്ക്ഡിൻ. അങ്ങനെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ലിങ്ക്ഡിൻ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. 4, ലിങ്ക്ഡിൻ ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോം കൂടിയാണ്. നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാം. എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഏരിയയിൽ ഹയർ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുകയും നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടും പറ്റും. ഇനി അതിന് അഡീഷണലി പലർക്കും അറിയാത്ത ലിങ്ക്ഡിൻ്റെ ഒരു സൈഡാണ് ലിങ്ക്ഡിൻ ലേണിംഗ്. നിങ്ങൾക്ക് ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും സ്കിൽസ് ബിൽഡ് ചെയ്യാനും സർട്ടിഫിക്കറ്റ്സ് എടുക്കാനും ലിങ്ക്ഡിൻ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ലിങ്ക്ഡിനിലെ ദ പ്ലാറ്റ്ഫോം എന്നുള്ള പാർട്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു തിയറി ആംഗിളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ്റെ ഒരു ബേസ് ഐഡിയ ദാറ്റ് ഈസ് എന്താണ് ആക്ച്വലി ലിങ്ക്ഡിൻ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാപ്റ്റർ നമ്പർ 2ലേക്ക് പോയാലോ? അപ്പോഴേ എന്താണ് ലിങ്ക്ഡിൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലേക്ക് കയറാം. ആദ്യം നിങ്ങൾ 6 മാസത്തേക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊഫൈൽ സെക്ഷനിലേക്ക് പോയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ സെക്ഷനിലേക്ക് പോയി എല്ലാം ഒന്ന് ആഡ് ചെയ്ത് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഹോമിലായിരിക്കും ഉണ്ടായിരിക്കുക. മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫൈൽ സെക്ഷനിലേക്ക് വരും. ഇതെല്ലാം സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. മുകളിൽ റൈറ്റ് സൈഡിൽ പബ്ലിക് പ്രൊഫൈൽ URL എന്നുള്ളൊരു സെക്ഷനും അതിലൊരു പെൻസിൽ ഐക്കണും ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ URL ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഞാൻ ഈ പെൻസിൽ ക്ലിക്ക് ചെയ്യുന്നു, അഗെയിൻ ഒരു പെൻസിൽ വരും, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നമ്പേഴ്സൊക്കെ കാണാൻ വേണ്ടി പറ്റും. യൂഷ്വലി നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സൊക്കെ ഒന്ന് ഒഴിവാക്കി നിങ്ങളുടെ പേര് മാത്രമാണ് ഉള്ളത് എന്നുള്ളത് ഉറപ്പാക്കുക. നിങ്ങളുടെ CV-ലോ മറ്റുള്ളവർക്കൊക്കെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അയച്ചു കൊടുക്കുമ്പോഴോ, ഇപ്പോൾ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലെ URL എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് linkedin.com/ഷാദ് മുഹമ്മദ് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒഴിവാക്കി എൻ്റെ linkedin.com/
in/ഷാദ് മുഹമ്മദ് മാത്രം അയച്ചു കൊടുത്താലും അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രൊഫൈൽ ഓപ്പൺ അപ്പ് ആകും. ഇങ്ങനെ നിങ്ങളുടെ URL ക്ലീൻ ആക്കുക എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യുക. ഇനി മുകളിൽ നിന്ന് അങ്ങ് താഴേക്ക് നോക്കിയാൽ ബാനർ ഉണ്ട്, ഹെഡ്ലൈൻ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഒരു അബൌട്ട് സെക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഒരു ഫീച്ചേർഡ് സെക്ഷൻ ഉണ്ട്, ആക്ടിവിറ്റി സെക്ഷൻ ഉണ്ട്, കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, വോളണ്ടിയറിങ്, സ്കിൽസ്, ലാംഗ്വേജസ്, ഇത്രയും സെക്ഷൻസ് ഉണ്ട്. ഇതിൽ ആവശ്യമായിട്ടുള്ള കോണ്ടന്റ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഒന്ന് ക്ലിയർ ആക്കാം എങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നുള്ളത്. ബാനറിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സർവീസ് വളരെ ക്ലീൻ ആയിട്ടൊന്ന് പിച്ച് ചെയ്യുക അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ബാനറിൽ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് ഇമ്പാക്ട് ഫോർ കേരളാസ് യൂത്ത്, ഡ്രൈവിംഗ് കോണ്ടന്റ് ലെഡ് ഗ്രോത്ത് ഫോർ എഡ്ടെക് ആൻഡ് ഇ-കൊമേഴ്സ് ബ്രാൻഡ്സ്. ഇതാണ് ഞാൻ ചെയ്യുന്നത്. അത് കൃത്യമായിട്ടൊന്ന് കൊടുക്കുക എന്നുള്ളതാണ് ബാനറിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള കമ്പനീസിന്റെ ലോഗോ ഒക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലെ ലിങ്ക് കൊടുക്കാം, ഫോൺ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം, ഇമെയിൽ കൊടുക്കാം, ഇങ്ങനെയൊക്കെ കൊടുത്ത് സെറ്റ് ആക്കുക എന്നുള്ളതാണ് ബാനറിൻ്റെത്. ഗൂഗിളിൽ പോയിട്ട് ലിങ്ക്ഡിൻ ബാനർ സൈസ് പേഴ്സണൽ പ്രൊഫൈൽ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ക്യാൻവയിൽ പോയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുകയും ചെയ്യാം. താഴേക്ക് വന്നാൽ ഹെഡ്ലൈൻ ഉണ്ട്. ഹെഡ്ലൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. നിങ്ങളുടെ പേരിന്റെ താഴെ ഒരാൾ വായിക്കുന്ന കാര്യമാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ നിങ്ങളുടെ പേര് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേരിന്റെ കൂടെ ഹെഡ്ലൈനിന്റെ ആദ്യ ഭാഗം കാണിക്കും. ഇപ്പോൾ ഷാദ് മുഹമ്മദ് ടി, ഫൗണ്ടർ അറ്റ് HW ഗ്രോത്ത് സ്റ്റുഡിയോ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെഡ്ലൈനിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യമായിട്ട് ആഡ് ചെയ്യാനായിട്ടും ഉറപ്പുവരുത്തുക. അങ്ങനെ എങ്ങനെ ആക്ച്വലി ഇത് സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എഗെയിൻ മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഒന്നും കൂടെ സംസാരിക്കുന്നുണ്ട്. താഴേക്ക് വന്നാൽ അബൌട്ട് സെക്ഷൻ ഉണ്ട്. എൻ്റെ അത്ര അടിപൊളി അബൌട്ട് സെക്ഷൻ ഒന്നും അല്ല, പക്ഷെ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസസ്, അംബിഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സപ്പ് ചെയ്ത് നിങ്ങളുടെ കുറിച്ചൊരു കൃത്യമായ ഡിസ്ക്രിപ്റ്റീവ് അബൌട്ട് സെക്ഷനാണ് ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. താഴേക്ക് വന്നാൽ ഫീച്ചേർഡ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ലിങ്ക്ഡിനിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിനെക്കുറിച്ച് ബോധേഡ് ആയാൽ മതി. ഇൻസ്റ്റഗ്രാമിലെ പിൻഡ് സെക്ഷൻ ഉണ്ടല്ലോ, ഗ്രിഡ് ഉണ്ടല്ലോ, അതേ സാധനമാണ് ലിങ്ക്ഡിനിലെ ഫീച്ചേർഡ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള പോസ്റ്റുകളെ പിൻ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഫീച്ചേർഡ്. താഴേക്ക് വന്നാൽ നിങ്ങളുടെ ആക്ടിവിറ്റി നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. പോസ്റ്റ്, കോമെന്റ്സ്, വീഡിയോസ്, ഇമേജസ് ആൻഡ് ഡോക്യുമെന്റ്സ്, ഇതെല്ലാം നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ആണ് ആക്ടിവിറ്റി. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ പോസ്റ്റും അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസസ് ആഡ് ചെയ്യാം. ഇന്റേൺഷിപ്പ് ആയിക്കോട്ടെ, അപ്രന്റൈസ്ഷിപ്പ് ആയിക്കോട്ടെ, പാർട്ട് ടൈം ആയിക്കോട്ടെ, ഫുൾ ടൈം ആയിക്കോട്ടെ, എത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ ഇവിടെ ആഡ് ചെയ്തിടാൻ വേണ്ടി പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ആഡ് ചെയ്യാം, വോളണ്ടിയറിങ്, സ്കിൽസ്, എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്താൽ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ദാറ്റ് ഇസ് നിങ്ങൾ ലിങ്ക്ഡിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ദാറ്റ് ഇസ് പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ. ഇനി ഇത് നിങ്ങൾ ആക്ച്വലി ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് വീഡിയോൻ്റെ ലേറ്റർ ഓൺ നമ്മൾ പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യാം. അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. ഈ ഒരൊറ്റ ചാപ്റ്ററോട് കൂടി ഏകദേശം പ്ലാറ്റ്ഫോം ഓവർവ്യൂ നമ്മൾ കംപ്ലീറ്റ്ലി തീർക്കും. ഇനി നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ചാപ്റ്റർ മുതൽ പറയാൻ വേണ്ടി പോണത്. കംപ്ലീറ്റ്ലി ശ്രദ്ധിച്ചോ. ലിങ്ക്ഡിൻ എന്നുള്ള പ്ലാറ്റ്ഫോം വളരെ സിമ്പിളാണ്. ഈ പ്രൊഫൈൽ സെക്ഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയല്ലോ. ഇനി മുകളിലുള്ള ഈ ടാബ്സ്, ഈ ഒരു നാവിഗേഷൻ ബാർ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതിൽ തന്നെ പ്രധാനമായിട്ടും ആകെ 5 കാര്യങ്ങളേ ഉള്ളൂ. ഹോം, മൈ നെറ്റ്വർക്ക്, ജോബ്സ്, മെസ്സേജിങ് ആൻഡ് ഫൈനലി നോട്ടിഫിക്കേഷൻസ്. സ്വാഭാവികമായിട്ടും എന്താ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് കാണിക്കാനൊരിടം അത് തന്നെയാണ്. നോട്ടിഫിക്കേഷൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ലൈക്സോ, ആരെങ്കിലും നിങ്ങളുടെ പോസ്റ്റിൽ കമൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ, മറ്റ് ലിങ്ക്ഡിൻ്റെ പ്രധാന അപ്ഡേറ്റ്സോ, ഇത്തരം കാര്യങ്ങൾ നോട്ടിഫൈ ചെയ്യാനായിട്ടൊരു ബാർ. ഇനി മെസ്സേജിങ്ങിൽ പോയാൽ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ മറ്റേത് പ്ലാറ്റ്ഫോമും പോലെ നിങ്ങൾക്ക് വന്നിട്ടുള്ള, നിങ്ങൾ അയച്ചിട്ടുള്ള ചാറ്റുകൾ കാണിക്കുന്ന സ്ഥലമാണ് മെസ്സേജിങ്ങിലുള്ളത്. അപ്പോൾ ആക്ച്വലി ഇനി പ്രധാനമായിട്ടും 3 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ: ഹോം, മൈ നെറ്റ്വർക്ക് ആൻഡ് ജോബ്സ്. ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ പ്ലാറ്റ്ഫോമിലും പോലെ തന്നെ സ്ക്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇടമാണ് ഹോം എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ബേസിക് അനലിറ്റിക്സ് ഒക്കെ ഇവിടെ ഉണ്ട്. താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിങ്ക്ഡിനിലെ പല പോസ്റ്റുകളും നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. അതിലേക്ക് എൻഗേജ് ചെയ്യാം, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഇത്തരം രീതിയിൽ നിങ്ങൾക്ക് എൻഗേജ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകാനുള്ള സെക്ഷനാണ് ഹോം എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലേക്ക് പോയാൽ ഇനി ആകെ 2 പാർട്ട് മാത്രമേ ഉള്ളൂ: മൈ നെറ്റ്വർക്ക് ആൻഡ് ജോബ്സ്. മൈ നെറ്റ്വർക്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്.
കാരണം ലിങ്ക്ഡിനിൽ രണ്ട് സൈഡ് ഉണ്ട്, ഫോളോവേഴ്സും ഉണ്ട്, നെറ്റ്വർക്കും ഉണ്ട്. ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഫോളോ ചെയ്യാം, എന്തിന്? നിങ്ങളുടെ കോണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചറിൽ നിങ്ങളുടെ കോണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളെ ഫോളോ ചെയ്യാം. പക്ഷേ എനിക്ക് നിങ്ങളുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ എൻ്റെ നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കണക്ഷൻ റിക്വസ്റ്റ് അങ്ങോട്ട് അയക്കുകയും നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുകയും വേണം. ഇതിന് അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻസ്റ്റഗ്രാമിൽ പബ്ലിക് അക്കൗണ്ടും പ്രൈവറ്റ് അക്കൗണ്ടും ഉണ്ടല്ലോ, ഇത് രണ്ടും ഒന്നിലാക്കിയ പോലെയാണ് ലിങ്ക്ഡിനിൽ. പ്രൈവറ്റ് അക്കൗണ്ട് ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ച് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. പബ്ലിക് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോളോ ചെയ്യാം കോണ്ടന്റ്, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം എന്നുള്ളതൊന്നും നിർബന്ധമില്ല. ലിങ്ക്ഡിനിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിക്സപ്പ് ആണ്. ദാറ്റ് ഈസ് നെറ്റ്വർക്കും ഉണ്ട്, ഫോളോയിങ്ങും ഉണ്ട്. ഇതിൽ നെറ്റ്വർക്ക്സിൽ വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ 895 പേര് നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. എനിക്കിതിൽ ആവശ്യമായിട്ടുള്ളത് എൻ്റെ ഇൻഡസ്ട്രിയുമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ളതും എനിക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണമെന്നുള്ള കൈൻഡ് ഓഫ് ആളുകളെയും എനിക്കിതിലേക്ക് ആക്സെപ്റ്റ് ചെയ്തു പോകാം. നേരെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഉള്ള നെറ്റ്വർക്ക് കാണാൻ വേണ്ടി പറ്റും. എൻ്റെ കണക്ഷൻസിലുള്ളത് 1277 പേരാണ്. ആരൊക്കെയാണ് എൻ്റെ കണക്ഷൻസിൽ ഉള്ളത് എന്നുള്ളതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓരോ കമ്പനീസ്, ഞാൻ കാര്യമായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫിലിം, അല്ലെങ്കിൽ ഓൺട്രപ്രന്യൂർഷിപ്പ്, CEOs ഇവരൊക്കെ ആയിട്ടാണ് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത്തരം പ്രൊഫൈൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുക. ഇത്രയേ ഉള്ളൂ മൈ നെറ്റ്വർക്ക് എന്നുള്ള സെക്ഷൻ. ഇതിൽ കണക്ഷൻ റിക്വസ്റ്റ് അയക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് കണക്ഷൻ റിക്വസ്റ്റ് അയച്ച് ആക്സെപ്റ്റ് ചെയ്താലേ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനിയുള്ളത് ജോബ്സ് ആണ്. ഞാൻ നാളെ ഒന്നും അറിയാത്ത ഒരാളോട് പോയിട്ട് എന്താ ലിങ്ക്ഡിൻ എന്ന് ചോദിച്ചാൽ, ലിങ്ക്ഡിൻ ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോം ആണ് എന്നായിരിക്കും പൊതുവിലെ ആൻസർ. ആ ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഒരു കൈൻഡ് ഓഫ് പാർട്ടാണ് ജോബ്സ് എന്നുള്ളത്. ഇവിടെ വളരെ സിമ്പിളാണ്. ജോബ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ സെർച്ച് ചെയ്യാം. ലെറ്റ്സ് എ ഡിജിറ്റൽ മാർക്കറ്റർ. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ലിസ്റ്റഡ് ആയിരിക്കും. എനിക്ക് ഇതിനകത്തേക്ക് പോകാം, അപ്ലൈ ചെയ്യാം. അവർ പല ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. കമ്പനീസിലെ എംപ്ലോയി സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. മേ ബി സാലറി പാക്കേജിൻ്റെ റേഞ്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ JD കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ കൺസ്യൂം ചെയ്യുകയും വായിച്ചെടുക്കുകയും നിങ്ങൾക്ക് റൈറ്റ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനും അതുവഴി അവർ ഗെറ്റ് ബാക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇൻ്റർവ്യൂയിലേക്കും ഹയറിങ്ങിലേക്കും കടക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും ഫുൾ ടൈം പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക്ഡിനിൽ ലിസ്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും. ഒരുപാട് ഫിൽറ്റേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. എക്സ്പീരിയൻസ് ലെവൽ മുതൽ മറ്റ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫിൽറ്റർ ആഡ് ചെയ്യാനും കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജോബ്സിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. ഇതാണ് ദ പ്ലാറ്റ്ഫോം ഓവർവ്യൂ. നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തോടുകൂടി, അല്ലെങ്കിൽ ഇത്രയും വാച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തോടുകൂടി ലിങ്ക്ഡിൻ എന്നുള്ള പ്ലാറ്റ്ഫോം എന്താണ്, എന്തിനാണ്, എങ്ങനെ നോക്കി കാണണം, എത്രത്തോളം സ്പേസ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതിലൊക്കെ കംപ്ലീറ്റ് ഒരു സ്ട്രക്ചേർഡ് ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് തന്നെയായിരുന്നു ഇത്രയും നമ്മുടെ ജേർണിയുടെ ഉദ്ദേശം. ഇനി മുമ്പോട്ടേക്ക് 6 മാസത്തേക്ക് നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഏത് മൈൻഡ് സെറ്റിൽ നോക്കി കാണണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് തറവായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ചാപ്റ്ററിലേക്ക് പോയാലോ? ഇനി മുമ്പോട്ടേക്കുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഒന്നും കൂടെ ഒന്നിന്ന് തുടങ്ങാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ, അതായത് നിങ്ങൾ 6 മാസത്തേക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പോവാണ്, എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ സംസാരിക്കണത്. ആദ്യത്തെ ചാപ്റ്റർ, അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ ഇൻ ലിങ്ക്ഡിൻ. ലിങ്ക്ഡിനിൽ ശരിക്കും കോണ്ടന്റ് ക്രിയേഷൻ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് ലെറ്റ്സ് സേ നിങ്ങളൊരു പ്രൊഫൈലൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫൈൽ ഉണ്ട്, നിങ്ങൾ പോയിട്ട് കുറേ ജോബിന് അപ്ലൈ ചെയ്യുന്നു. അതൊരു ഔട്ട് ബൗണ്ട് കൈൻഡ് ഓഫ് മെത്തേഡ് അല്ലേ? നിങ്ങൾ അങ്ങോട്ടേക്ക് ട്രൈ ചെയ്യല്ലേ ജോബിനൊക്കെ വേണ്ടിയിട്ട്. ഇമാജിൻ നിങ്ങൾ ലിങ്ക്ഡിനിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാണ്, അത് നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസും ഇങ്ങോട്ട് അൺലോക്ക് ചെയ്യുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നെറ്റ്വർക്കിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു, അതുവഴി നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ഇങ്ങനെ ഒരുപാട് മാജിക്കൽ സംഭവങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളതാണ് ലിങ്ക്ഡിൻ എന്നുള്ള പ്ലാറ്റ്ഫോമിലെ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത്. ഞാനിത് തിയറി പറയുന്നതല്ല. എനിക്ക് ലിങ്ക്ഡിനിൽ നിന്ന് 14,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ജേർണിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ലിങ്ക്ഡിൻ വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഷുവറാണ്. എന്തിന്? ബ്ലൂലിൻ എന്നുള്ള ഈ ഒരു കമ്പനി ബിൽഡ് ആയിട്ടുള്ളത് തന്നെ ശരിക്കും ഓൺ ടോപ്പ് ഓഫ് ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിൻ ആണ് ഞങ്ങൾക്ക് ബിസിനസ് തരുന്നത്, ലിങ്ക്ഡിൻ ആണ് ഞങ്ങൾക്ക് ബിസിനസ് വരുന്നത്. ഞങ്ങളുടെ ക്ലയൻസിന് ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ ക്ലയൻസിന് ഞങ്ങൾ ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്നതും ലിങ്ക്ഡിൻ ആണ്. ഏകദേശം 50-ലധികം സെഷൻസ് സ്റ്റുഡൻസിന്
വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് ലിങ്ക്ഡിൻ്റെ മുകളിൽ. അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ. ലിങ്ക്ഡിൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ കൂടെ കോണ്ടന്റ് ക്രിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇനി അത് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് പറയാം. ഇനി ചാപ്റ്റർ നമ്പർ 2. അങ്ങനെ കോണ്ടന്റ് ക്രിയേഷൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, നമ്മളൊക്കെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഏകദേശം 1 വയസ്സൊക്കെ ഉള്ളപ്പോൾ നടക്കാൻ വേണ്ടി പഠിച്ചത് എങ്ങനെ? അതായത് ഇങ്ങനെ എഴഞ്ഞുകൊണ്ടിരുന്ന് നമ്മൾ ശരിക്കും മുമ്പിൽ കുറേ ആളുകൾ നടന്നു പോകുന്നത് കാണുന്നു. അപ്പോൾ അതിനനുസരിച്ച് എണീറ്റ് നിൽക്കാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെ നിന്ന് നോക്കി 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 നമ്മൾ നടക്കാനായിട്ട് പഠിക്കുന്നു. ഇതേ പ്രോസസ്സാണ് ലിങ്ക്ഡിലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ തുടക്കത്തിൽ ലിങ്ക്ഡിൽ എഴയായിരിക്കും. ഒരു 10 പ്രൊഫൈൽ എടുക്കുക, 2 ചെക്ക് ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്യുക. 1, ആള് 1 വർഷമായിട്ട് ലിങ്ക്ഡിനിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 2, കൺസിസ്റ്റൻ്റ്ലി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് വല്ലപ്പോഴും വന്ന് മാവേലിയായി പോവുക എന്നുള്ളതല്ലാതെ ആഴ്ചയിൽ 1-2 തവണയൊക്കെ ആൾ കോണ്ടന്റ് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ട് വന്ന ആളാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ 1 വർഷമായിട്ട് കൺസിസ്റ്റൻ്റ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആളുടെ കോണ്ടന്റ് നല്ലതായിരിക്കുമല്ലോ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും അടിപൊളിയായിരിക്കുമല്ലോ. ബാനർ, പ്രൊഫൈൽ പിക്ചർ, എബൌട്ട് സെക്ഷൻ, ഇങ്ങനെ തുടങ്ങി എല്ലാ ഏരിയയും ശരിക്ക് അടിപൊളിയായിട്ട് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ടല്ലോ. ഇതേ കാര്യമാണ് നിങ്ങൾ റെഫറൻസ് ആക്കി എടുക്കാനായിട്ട് നോക്കേണ്ടത്. അതാണ് ഞാൻ ആദ്യം പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ഇതൊക്കെ ചെയ്യാനായിട്ടൊരു മെത്തേഡ് ഉണ്ട്. എന്താ, ഒരു 10 പ്രൊഫൈൽ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നടക്കുന്ന 10 പ്രൊഫൈൽസ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഇഴയുന്ന നിങ്ങൾ ഇവരെ നോക്കി നടക്കാനായിട്ട് ശ്രമിക്കുകയും വീണ് 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 നടക്കാനായിട്ട് പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇതിനെ നമ്മൾ ഒഫീഷ്യലി ക്രിയേഷൻ മസിൽ എന്ന് പറയും. എന്താ ക്രിയേഷൻ മസിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ക്രിയേഷൻ മസിൽ ഉണ്ടോ? നിങ്ങൾക്ക് പറയാം ഉണ്ട്. എപ്പോൾ? ഇനി നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പ്രശ്നമല്ല എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻ്റ്ലി പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേഷൻ മസിൽ ഉണ്ട്. അപ്പോഴാണ് നിങ്ങൾ നടക്കാൻ പഠിച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ ഞാൻ ഒരുപാട് കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട് നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയും എനിക്ക് ക്രിയേഷൻ മസിൽ ഉണ്ട് എന്നുള്ളത്. ആ ഒരു ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് 2ാമത്തെ ചാപ്റ്റർ. ഇനി ഓൾമോസ്റ്റ് ദി ഫൈനൽ ചാപ്റ്റർ, ദാറ്റ് ഈസ് ഗ്രോത്ത് മസിൽ. ക്രിയേഷൻ മസിൽ നിങ്ങൾ ബിൽഡ് ചെയ്തല്ലോ, നിങ്ങൾ മുമ്പോട്ടേക്ക് പോയി. ലെറ്റ്സ് അസ്യൂം ഒരു 50 കോണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ? നിങ്ങൾ എഡ്യൂക്കേഷണൽ കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തു, ആസ്പിറേഷണൽ കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തു, നിങ്ങളുടെ ജേർണി / എക്സ്പീരിയൻസസ് നിങ്ങൾ ഷെയർ ചെയ്തു. ഇതൊക്കെ നിങ്ങൾ റെഫറൻസ് എടുക്കുന്ന പ്രൊഫൈൽസിൽ നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങൾക്ക് പ്രൊഫൈൽസ് റെഫറൻസ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ 10-ലധികം നിങ്ങൾക്ക് നോക്കി കാണാവുന്ന പ്രൊഫൈൽസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നേരെക്കുള്ള കോപ്പി പേസ്റ്റ് അടിച്ച് അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്താലും മതി. അതും ഞാൻ ഈസി ആക്കി തന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ റെഫറൻസ് എടുത്ത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ക്രിയേഷൻ മസിൽ ബിൽഡ് ചെയ്തെങ്കിൽ ഇനി നിങ്ങൾ നോക്കിക്കാണേണ്ട മസിലാണ് ഗ്രോത്ത് മസിൽ. ഇവിടെയാണ് സ്ട്രാറ്റജീസ് കംസ് പ്ലേസ്. അതായത് എങ്ങനെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഗ്രോ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയം അത് ക്രിയേഷൻ മസിൽ ഒന്നും കൂടി ഞാൻ ആ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുക, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തൊന്ന് പഠിക്കുക എന്നുള്ള ആംഗിളിലാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് മസിൽ. ഞാൻ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് ഗ്രോത്ത് മസിൽ ഉണ്ടോ? നിങ്ങൾക്ക് പറയാൻ ഉണ്ട്. എപ്പോൾ? ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇനി എങ്ങനെ ഗ്രോ ചെയ്യണം, ഒരു ദിവസം എനിക്കൊരു 20, 30, 40 ഫോളോവേഴ്സ് വരാനുള്ള ചാൻസസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാമെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻ്റ്ലി പറയാൻ പറ്റുന്ന സ്റ്റേറ്റാണ് ഗ്രോത്ത് മസിൽ എന്നുള്ളത്. ക്രിയേഷൻ മസിൽ ബിൽഡ് ആയതിനു ശേഷം നിങ്ങൾ അതിലേക്ക് എഫേർട്ട് ഇടുക, നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, അതിൻ്റെ അൽഗോരിതം പഠിക്കാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ളവരുടെ പോസ്റ്റുകൾ എങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഞാൻ ചെയ്ത ഏത് പോസ്റ്റാണ് വർക്ക് ചെയ്തത്, അത് എന്തുകൊണ്ട് വർക്കായി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പോയി ആ ഗ്രോത്ത് മസിൽ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ദാറ്റ് വാസ് അറൗണ്ട് നമ്മുടെ ഫൈനൽ ചാപ്റ്റർ. ആൻഡ് ഹിയർ യു ഹാവ് എ ബോണസ് തിങ്. ദാറ്റ് ഈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു PDF-ഉം കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 4 കോണ്ടന്റ്സ് അതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ കൂടെ നിങ്ങൾ ലിങ്ക്ഡിനിൽ ഒരു കോണ്ടന്റ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ഫ്രെയിം വർക്ക് യൂസ് ചെയ്യണം എന്നുള്ളതും കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അത് ആക്സസ് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ആ 4 കോണ്ടന്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിനടിയിലേക്ക് നിങ്ങളൊരു കോണ്ടന്റ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഫ്രെയിം ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേ
ഫ്രെയിംവർക്കിൽ നിങ്ങൾക്കത് ഫ്രെയിം ചെയ്യാവുന്നതാണ്, ആ കോണ്ടന്റ് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. വൈൽ ഡൂയിങ് ദിസ് മേക്ക് ഷുവർ നിങ്ങൾ ലിങ്ക്ഡിനിൽ എന്നെയും ലേണത്തോൺ ഗ്രോത്ത് സ്റ്റുഡിയോ ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്രൊഫൈൽസിനെയും മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ബിക്കോസ് അത് ഞങ്ങളുടെ അടുത്ത് കൂടെ ആ ഒരു കോണ്ടന്റ്സ് എത്തിക്കും. അത് ഉറപ്പായിട്ടും ഈ വീഡിയോസ് കണ്ട് ആളുകൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആ മസിൽ ബിൽഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള തോട്ട് പ്രോസസ്സ് ശരിക്ക് ഉറപ്പായിട്ടൊരു മോട്ടിവേഷൻ ആവും ടു ക്രിയേറ്റ് മോർ ആൻഡ് മോർ. താങ്ക് യു സോ മച്ച്. ഈ സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ വരെ നിങ്ങൾ കണ്ടിരുന്നതിന് ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ലേണിംഗ് മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളത് ഷുവറാണ്. ഞാൻ ഉറപ്പായിട്ട് ഇനി കൂടുതൽ ലേണിങ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. മേക്ക് ഷുവർ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഫോർ മോർ സച്ച് അടിപൊളിയായിട്ടുള്ള കോണ്ടന്റ്സ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോസ് ദാറ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് ഉറപ്പായിട്ടും അത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.